ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്താണെന്നാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്, അതിലോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Constant elasticity demand function. The modern pragmatic approach to the demand analysis involves the formation of function directly on the basis of market information without reference to the behavior of individual consumer and the theory of utility. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്ത് വന്നത് മാർക്കറ്റ് ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലായിരുന്നു. അവിടെ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെ അതുപോലെ തന്നെ ഈ തിയറി ഓഫ് യൂട്ടിലിറ്റിയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊന്നും റെഫർ ചെയ്തിട്ടില്ലായിരുന്നു. In the field of applied research, the most commonly employed form of demand function has been of the type of constant elasticity of demand function which is stated as. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് അപ്ലൈഡ് റിസർച്ച് ആ ഒരു ഫീൽഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ടൈപ്പായിരുന്നു. അപ്പോൾ ഇനി എന്താണ് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ബേസിക് ഫോം എന്ന് നമുക്ക് നോക്കാം. Elasticity of demand function which is stated below. Qx is equal to beta 0 px p of x raised to beta 1 into p0 raised to beta 2 into y raised to beta 3 into e raised to beta 4 into t. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന ഈ ഒരു ഫോർമുലയാണ്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ക്യു എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് കമ്മോഡിറ്റി. എക്സ് കമ്മോഡിറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ക്യു എക്സ് എന്ന് പറയുന്നത്. ഈ പി എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ എക്സ് കമ്മോഡിറ്റിൻ്റെ പ്രൈസിനെയാണ് പി എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. P0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ആണ്. അതായത് എക്സ് കമ്മോഡിറ്റി മാത്രമല്ല ആ മാർക്കറ്റിൽ ഉണ്ടാവുക, മറ്റ് പല കമ്മോഡിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസ് ആണ് ഈ P0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഇൻകം ഓഫ് ദ കൺസ്യൂമറാണ്. കൺസ്യൂമറിൻ്റെ ഇൻകത്തിനെയാണ് വൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3, ബീറ്റ 4 ആണ്. ഈ ബീറ്റ 1 എന്ന് പറയുന്നത് ഈ പി എക്സിന് നേരെ ആയതുകൊണ്ട് അതെന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. അത് നമുക്കറിയാം, പ്രൈസ് ഓഫ് എക്സ് കമ്മോഡിറ്റിയാണ് പി എക്സ് കാണിക്കുന്നത്. പി എക്സിൻ്റെ ഒരു ഇതായിട്ടാണ് ഇവിടെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ബീറ്റ 1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ P0 എന്ന് പറയുന്നത് എന്താ, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ 2 എന്തായിരിക്കും, ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ മറ്റേ നമ്മുടെ വൈൻ്റെ മുകളിലുണ്ടല്ലോ ഒരു ബീറ്റ 3. അപ്പോൾ വൈ എന്ന് പറയുന്നത് നമുക്കറിയാം അഗ്രിഗേറ്റ് ഇൻകം ആണ് കൺസ്യൂമറിൻ്റെ. അപ്പോൾ ബീറ്റ 3 എന്തായിരിക്കും, ഒബ്വിയസ്ലി അത് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ഈ റേസ് ടു ബീറ്റ 4 ഇൻറ്റു ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ബീറ്റ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ട്രെൻഡ് ഫാക്ടറാണ്. അതായത് ഈ റേസ് ടു ബീറ്റ 4 ഇൻറ്റു ടി എന്ന് പറയുന്നൊരു ട്രെൻഡ് ഫാക്ടറാണ്. നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ നമുക്കറിയാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യില്ലേ, അതിന് കാണിക്കുന്നതാണ് ട്രെൻഡ് ഫാക്ടറാണ്. ഈ എന്ന് പറയുന്നത് ഇവിടെ എന്താ, ഒരു നാച്ചുറൽ ലോഗരിതംസിൻ്റെ ബേസ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ബേസിക് ഫംഗ്ഷൻ എന്തായാലും ഓർത്തിരിക്കണം. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിലെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യു എക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ 0 പി എക്സ് റേസ് ടു ബീറ്റ 1 ഇൻറ്റു P0 റേസ് ടു ബീറ്റ 2 ഇൻറ്റു വൈ റേസ് ടു ബീറ്റ 3 ഇൻറ്റു ഇ റേസ് ടു ബീറ്റ 4 ഇൻറ്റു ടി ആണ്. ഇതിൽ ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3, ബീറ്റ 4 എന്ന് പറയുന്ന ബീറ്റ 3 വരെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. ഇൻ ദ എബോവ് എക്സ്പ്രഷൻ, since the coefficient of beta 1, beta 2, beta 3 which represent the elasticity of demand remain constant. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 എന്ന് പറയുന്നത്, അത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം ബീറ്റ 1 എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റിനെയാണ്, ബീറ്റ 2 എന്ന് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെയാണ്, മറ്റേത്
β3 എന്ന് പറയുന്നത് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ എബവ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റൻറ്റ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഷോ ദാറ്റ് β1 സിഗ്നിഫൈസ് ദ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ത്രൂ ദ ഫോളോയിങ് പ്രൂഫ്. അപ്പോൾ നമുക്ക് ഈ β1 എന്ന് പറയുന്നത് ഈ ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനെ തന്നെയാണോ കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ കഴിയും. അതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിറ്റിനെ തന്നെയാണോ β1 റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ QX എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ലോഗരിതം ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ QX ഈസ് ഈക്വൽ ടു β0 ഇൻറ്റു PX റേസ് ടു β1 ഇൻറ്റു P0 റേസ് ടു β2 ഇൻറ്റു Y റേസ് ടു β3 ഇൻറ്റു E റേസ് ടു B4 ഇൻറ്റു T ആണ് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ക്രോസ് CS-ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ ടൈം നമുക്കറിയാം E റേസ് ടു β4 ഇൻറ്റു T എന്ന് പറയുന്നത് ട്രെൻഡ് ഫാക്ടറാണ്. അത് ടൈമിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ, നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ ടേം നമുക്കിവിടെ ഒഴിവാക്കാം. ആ ടേം ഒഴിവാക്കി ബാക്കി ടേമിനാണ് നമ്മൾ ലോഗ് ഫോമിലേക്ക് മാറ്റാൻ പോകുന്നത്. ലോഗ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം QX ഈസ് ഈക്വൽ ടു β0 അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ലോഗ് β0 പ്ലസ് ഈ കോഎഫിഷ്യൻറ്റ് β1 ലോഗ് PX ആയി പ്ലസ് β2 ലോഗ് P0 ആയി, പിന്നെന്താ β3 ലോഗ് Y ആയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോഗിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ലോഗ് കൊടുത്തു കഴിഞ്ഞിട്ട് β0 വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് എഴുതും പ്ലസ് പിന്നെയാണ് നമ്മൾ ആ ഇതിനെഴുതുക. അപ്പോൾ ലോഗ് PX പ്ലസ് β2 ലോഗ് P0 പ്ലസ് β3 ലോഗ് Y. നമ്മൾ അത് നമുക്കറിയാം, ലോഗരിതമൊക്കെ പഠിച്ചവർക്കും നമ്മൾ ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിച്ചില്ലേ, സിമ്പിളായിട്ട് നമ്മൾ മാറ്റി എഴുതാൻ പഠിക്കുന്നില്ലേ, അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ലോഗ് ഫോമിലേക്ക് ജസ്റ്റ് മാറ്റി എഴുതി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോർമുല അല്ലെ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡ് ഫാക്ടർ എന്തുകൊണ്ടാണ് ഇഗ്നോർ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫോർമുല. ഇനി നമ്മൾ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ് വിത്ത് റെസ്പെക്ട് ടു PXന് മാത്രം നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ അവിടെ ലോഗ് QX PX വിത്ത് റെസ്പെക്ട് ടു PX അല്ലേ. അപ്പം ആക്കുമ്പോൾ ഡെൽറ്റ ലോഗ് QX ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലോഗ് PX. ഇവിടെ ബാക്കി എന്താ ഉള്ളത്, β1. അപ്പോൾ ഡെൽറ്റ ലോഗ് PX ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലോഗ് PX ഈസ് ഈക്വൽ ടു β1. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബേസിക് പ്രോപ്പർട്ടി ഓഫ് ലോഗരിതംസ് എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിൽ ലോഗരിതം വേരിയബിളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ അതൊന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്, ആ വേരിയബിളിൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമുക്കറിയാം ബേസിക് പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗരിതം ഒരു വേരിയബിളിൽ ലോഗരിതംസിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ആ വേരിയബിളിലും പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഉണ്ടാവും. ഇനി നമുക്കിതിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് പുറത്തെടുത്ത് എഴുതുമ്പോൾ നമ്മളെന്താ, നമുക്കറിയാം ഡെൽറ്റ ലോഗ് QX എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്, റോ QX ഡിവൈഡ് ബൈ QX ആണ്. അത് നമുക്കറിയാലോ, ഡെൽറ്റ ലോഗ് QX എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റ ലോഗ് PX എന്ന് പറയുന്നത് എന്തായിരിക്കും, റോ PX ഡിവൈഡ് ബൈ PX ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ കിട്ടിയ നമുക്കെന്താ ഡെൽറ്റ ലോഗ് QX ഡിവൈഡ് ബൈ ഡെൽറ്റ ലോഗ് PX എന്ന് പറഞ്ഞിട്ടുള്ള ഈസ് ഈക്വൽ ടു β1 നമുക്ക് കിട്ടിയല്ലോ. അതിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡെൽറ്റ ലോഗ് QXന് പകരം നമ്മൾ എന്ത് എഴുതും, ഡെൽറ്റ QX ഡിവൈഡ് ബൈ QX ഡിവൈഡഡ് ബൈ ഡെൽറ്റ ലോഗ് PXന് വരെ എന്ത് എഴുതും, ഡെൽറ്റ PX ഡിവൈഡ് ബൈ PX ഈസ് ഈക്വൽ ടു β1. ഇത് നമ്മൾ നമ്മുടെ ഇലാസ്റ്റിറ്റി ഫംഗ്ഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇത് മാറ്റി എഴുതുകയാണ്. അപ്പം ഡെൽറ്റ ആ സൈൻ ഉള്ളത് ഒരു സൈഡിലേക്ക് പോവില്ലേ, അപ്പം എന്ത് ചെയ്യും, ഡെൽറ്റ QX ഡിവൈഡഡ് ബൈ ഡെൽറ്റ PX ഇൻറ്റു PX അങ്ങനെയല്ലേ വരിക. അപ്പം മേലേക്ക് പോയില്ലേ, PX ഡിവൈഡഡ് ബൈ QX. ഇതല്ല നമ്മുടെ ഇലാസ്റ്റിറ്റിൻ്റെയൊക്കെ നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡൊക്കെ നമ്മൾ കാണുമ്പോൾ ബേസിക് ഫംഗ്ഷൻ ഈ ഒരു രൂപത്തിലല്ലേ വരിക, ഈസ് ഈക്വൽ ടു β1 ആയിട്ട് മാറി. അപ്പോൾ ഇതെന്താ, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെയല്ലേ നമ്മളിവിടെ കാണിക്കുന്നത്.
അതായത് ഡെൽറ്റ ക്യു എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എക്സ് ഇൻറ്റു പി എക്സ് ബൈ ക്യു എക്സ്. എന്താ? ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിറ്റിനെ അല്ലേ കാണിക്കുന്നത്, പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എന്താ? β1 ആണ്. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ലോഗരിതം ടേമിൽ കിട്ടിയിട്ടുള്ള, നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു പി എക്സിനെ നമ്മൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ക്യു എക്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഡെൽറ്റ ലോഗ് ക്യു എക്സിനെ നമ്മൾ എഴുതുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡെൽറ്റ ക്യു എക്സ് ബൈ ക്യു എക്സ് എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ പി എക്സ് ഡെൽറ്റ പി എക്സിന് ഡെൽറ്റ പി എക്സ് ബൈ പി എക്സ് എന്ന് ആയി മാറുന്നു. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഡെൽറ്റ ലോഗ് ക്യു എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ലോഗ് പി എക്സ് എന്നുള്ളതിലേക്ക് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് β1 കിട്ടും. ആ ഒരു ഫോം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റീൻ്റെ ആ ഒരു ഫോർമുലയിലേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈസി. അപ്പം നമുക്ക് ഈസി ആയിട്ട് എഴുതാം പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു β1. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു β2നെയും അതുപോലെ തന്നെ β3 എന്ന് പറയുന്നതും നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് β2 എന്ന് പറയുന്നത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണെന്നും β3 ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണെന്നും ഈ ഒരു ഫോമിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾ ദ ഫോളോവേഴ്സ് ഓഫ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഡു നോട്ട് അഡെയർ ടു ട്രഡീഷണൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. They return the assumption of the absence of money illusion of the traditional utility theory. അപ്പോൾ ഈ നമ്മുടെ ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചസിൻ്റെ ഫോളോവേഴ്സ് ഒന്നും ഈ ട്രഡീഷണൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഒന്നും ഒന്നുമില്ലെങ്കിലും ആ ഒരു മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആബ്സെൻസ് ഓഫ് മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അതെന്ന് പറയുന്നത് നിലനിർത്തിയിട്ടുണ്ട്. ഈ നമുക്കറിയാം മണി ഇല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ട് എന്താ? മനുഷ്യരെപ്പോഴും നമ്മുടെ മണീനെ ഒരു നോമിനൽ വാല്യൂ ആയിട്ടാണ് കാണാറുള്ളൂ. അതിനുള്ളൊരു ടെൻഡൻസിയാണ് എപ്പോഴും ഉണ്ടാവാറ്. പീപ്പിൾ എപ്പോഴും മണീനെ ഒരു നോമിനൽ വാല്യൂ ആയിട്ടാണ് കാണാനുള്ളൊരു ടെൻഡൻസിയാണ്. അതിൻ്റെ റിയൽ പർച്ചേസിങ് പവറിൽ കാണില്ല. അതായത് ഇപ്പോൾ പർച്ചേസിങ് പവർ, ഇപ്പോൾ റിയൽ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് കൂടുതലല്ല വിചാരിക്കുക. പർച്ചേസിങ് പവർ ഇപ്പം മണീൻ്റെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഹൈ ഒന്നും അല്ലെങ്കിൽ അത് ഹൈ ആണെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ നോമിനൽ ഒരു മണീനെ നോമിനൽ വാല്യൂ ആയിട്ടാണ് എപ്പോഴും കാണാനുള്ളൊരു ടെൻഡൻസിയാണ് നമ്മൾ മണി ഇല്യൂഷൻ എന്ന് പറയുന്നത്. ആ മണി ഇല്യൂഷൻ്റെ ആബ്സെൻസ് എന്നിട്ടുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഈ ഒരു ട്രഡീഷണൽ ഫംഗ്ഷനിൽ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ ഇവർ നിലനിർത്തിയിട്ടുള്ളൂ. ഇൻ ദ ടെക്നിക്കൽ ടേംസ് നല്ലൊരു ടേംസ് ആണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ഡിമാൻഡ് ഈസ് ഹോമോജിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0. അപ്പോൾ ടെക്നിക്കൽ ടേംസിൽ ഇത് പറയുന്നത് വെച്ചാൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഹോമോജിയസ് ഫംഗ്ഷനാണ്, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും എന്താണ് അതിൻ്റെ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ബേസിക് ഫോർമുല, അതിൻ്റെ β1 β2 β3 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തു, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ ഈ ഒരു മണി ഇല്യൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ ഒരു മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആബ്സെൻസ് ഓഫ് മണി ഇല്യൂഷൻ മാത്രമാണ് അവരവിടെ എടുക്കുന്നുള്ളത് ട്രഡീഷണൽ ഫംഗ്ഷനിൽ നിന്ന്, ട്രഡീഷണൽ ഫോളോവേഴ്സ് നിന്ന് ബാക്കി എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 എന്ന് പറയുന്ന ഡിമാൻഡ് ഫംഗ്ഷനാണ് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ റിയൽ ഇൻകം, അപ്പം നേരത്തെ നമ്മൾ മണി ഇല്യൂഷൻ്റെ കാര്യം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ റിയൽ ഇൻകം റിലേറ്റീവ് പ്രൈസസും ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഇമ്പോസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ഫംഗ്ഷനിൽ ക്യു എസ് ഇസ് ഈക്വൽ ടു β0 പി എക്സ് റേസ് ടു β1 ഇൻറ്റു P0 റേസ് ടു β2 ഇൻറ്റു Y റേസ് ടു β3. അതിൽ നമ്മൾ ഇപ്പോഴും ട്രെൻഡ് ഫാക്ടറിനെ ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പം റിലേറ്റീവ് പ്രൈസസ് എന്ന് പറയുന്നത് റിയൽ ഇൻകം റിലേറ്റീവ് പ്രൈസസും കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെന്താ ഇവിടെ പി എന്ന് പറഞ്ഞിട്ട് ജനറൽ പ്രൈസ് ഇൻഡെക്സിനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യു എക്സ് ഈസ് ഈക്വൽ ടു β0 ഇൻറ്റു പി എക്സ് ഡിവൈഡ് ബൈ പി all raised to β1 into P0 divided by P all raised to β2 into Y divided by P all raised to β3 എന്നായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എക്സിൽ അല്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാകുന്ന എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യില്ല.
ഇപ്പോൾ പ്രൈസും ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് ഒരു കെ പ്രൊപ്പോർഷനിലാണെന്ന് വിചാരിക്കാം. കെ പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കെ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും വരും, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും വരും. അതെന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൈസിൻ്റെയും റിയൽ ഇൻകത്തിൻ്റെയും ന്യൂമറേറ്ററിലും വരും, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും വരും. അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ഔട്ട് ആവുകയും ചെയ്യും. അപ്പോൾ പുതിയ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതുപോലെ തന്നെയായിരിക്കും നിലനിൽക്കുക. അവിടെ മണി ഇല്യൂഷൻ എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ ബിഹേവിയറിൽ ഉണ്ടായിരിക്കില്ല. ആ മണീൻ്റെ നോമിനൽ വാല്യൂവിനെ ആയിരിക്കില്ല കണക്കാക്കുക എന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിൽ വരുന്നത്. ഇനി എന്താണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ദീസ് ആർ മോഡൽസ് which deal with the group of commodity rather than individual commodities. Such groups added yield the total consumer expenditure. The linear expenditure system how much importance for the econometric approach as they provide desirable disaggregation of the consumption function. One of the earliest linear expenditure model was suggested by R. Stone, Economic Journal 1954. അപ്പോൾ ഈ ഒരു ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ അവർ ഇൻഡിവിജ്വൽ കമ്മോഡിറ്റീസ് അല്ല അവർ ഡീൽ ചെയ്യുന്നത്, പകരം ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസാണ്. ആ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആഡ് ചെയ്തിട്ടാണ് കൺസ്യൂമറിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിയൊക്കെ നമ്മൾ കാണുന്നത്. ദ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ഫോർ ദ ഇക്കണോമെട്രിക് അപ്രോച്ച് ആസ് ദേ പ്രൊവൈഡ് ഡിസൈറബിൾ ഡിസഗ്രിഗേഷൻ ഓഫ് ദ കൺസംഷൻ ഫംഗ്ഷൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്കണോമെട്രിക് അപ്രോച്ചിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. അതെന്ന് പറഞ്ഞാൽ കൺസംഷൻ ഫംഗ്ഷനിൽ നിന്നൊരു ഡിസഗ്രിഗേഷൻ, ഒരു വിഭജനം സാധ്യമാക്കുന്നത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിലാണ്. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ലീനിയർ എക്സ്പെൻഡിച്ചർ മോഡൽ വാസ് സജസ്റ്റഡ് ബൈ റിച്ചാർഡ് സ്റ്റോൺ ആണ് ഈ ഒരു ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആദ്യത്തെ ആ ഒരു മോഡൽ എന്ന് പറയുന്ന ഏർലിയസ്റ്റ് ലീനിയർ എക്സ്പെൻഡിച്ചർ മോഡലൊക്കെ ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് റിച്ചാർഡ് സ്റ്റോൺ ആണ്. ഈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ക്യാൻ ബി ട്രേസ് ടു റിച്ചാർഡ് സ്റ്റോൺ. അപ്പോൾ ഈ മോഡലിൽ ഡീൽ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റി ആണ്, ഇൻഡിവിജ്വൽ കമ്മോഡിറ്റി അല്ല. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമറിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീനെ അഗ്രഗേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ ദിസ് റെസ്പെക്ട് the approach of LES is the same as that model based on the indifference curve. However, LES differ in that they are applied to group of commodities between which no substitution is possible. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചാൽ LES എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൻ്റെ അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ ബേസ് ചെയ്തിട്ടുള്ള ആ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും, പക്ഷേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ പോസിബിൾ അല്ല. While the indifference curve approach is basically designed for handling commodities which are substitutes. എന്നാൽ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്മോഡിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെച്ചിട്ടാണ്. ദ വെരി നോഷൻ ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റീസ് കൺസേൺഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കമ്മോഡിറ്റീസ് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോസിബിൾ ആണ്. ദ ഇൻഡിഫറൻസ് മാപ്പ് ഇൻ ദ കേസ് ഓഫ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആസ് ഷോൺ ഇൻ ദ ഫിഗർ ലുക്ക് ലൈക്ക് ദ ഇൻഡിഫറൻസ് മാപ്പ് ഓഫ് ദ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് മാപ്പല്ലേ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സിന് ഒന്ന്, അതുപോലെ തന്നെ നോർമൽ ഗുഡിന്, അതുപോലത്തെ കോംപ്ലിമെൻ്ററിക്കൊക്കെ നമുക്ക് ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ടല്ലോ. അതിൽ ഈ LESൻ്റെ ഇൻഡിഫറൻസ് മാപ്പ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ ഇൻഡിഫറൻസ് മാപ്പ് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇതിനെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ ഇപ്പോൾ 1, 2, 3 എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, ആ 1, 2, 3 എന്ന് പറയുന്നത് IC1, IC2, IC3 ആണ് കേട്ടോ.
The most crucial aspect of the linear expenditure system is the utility function is additive. ഇനി നമ്മൾ ഈ ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആഡ് ചെയ്തുകൊണ്ടാണ് എക്സ്പെൻഡിച്ചർ കാണുകയെന്ന്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവാണ്, അതായത് കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. The total utility is the sum of utility derived from the various group of commodities. For instance, it may be assumed that all the goods bought by the consumer are grouped into the following 5 categories. അപ്പോൾ ഈ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വേരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വേരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന യൂട്ടിലിറ്റീൻ്റെ സം എടുത്തുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കാണുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൺസ്യൂമർ വാങ്ങിക്കുന്നതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെ നമ്മുടെ കൺസ്യൂമറിൻ്റെ കമ്മോഡിറ്റീസിൻ്റെ കൺസ്യൂമർ വാങ്ങിക്കുന്ന ഗുഡ്സിനെ നമ്മൾ 5 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്ന് കൊടുക്കാം, അത് ഫുഡ് ആൻഡ് ബിവറേജസ് ആണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ബി ഗ്രൂപ്പിൽ പെടുന്നതാണ്, അത് ക്ലോത്തിങ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് സി ആണ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്. ഡി എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഓപ്പറേഷൻ എക്സ്പെൻസസ് ആണ്. ലാസ്റ്റ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലാണ്, സർവീസസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇവിടെ കൺസ്യൂമർ വാങ്ങിക്കാൻ സാധ്യതയുള്ള കമ്മോഡിറ്റീസിനെ ഡിഫറെൻറ്റ് 5 ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 5 ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുള്ളത്: ഫുഡ് ആൻഡ് ബീവറേജസ്, ക്ലോത്തിങ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹൗസ് ഹോൾഡ് ഓപ്പറേഷൻ എക്സ്പെൻസസ്, സർവീസസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ട്, എൻ്റർടൈൻമെൻറ്റ് എക്സെട്ര. ഇത്രയാണ് ഇവർ കൺസ്യൂമർ വാങ്ങിക്കാൻ സാധ്യതയുള്ള ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് എങ്ങനെയാണ് അതിൻ്റെ യൂട്ടിലിറ്റി കാണുന്നത്? അപ്പോൾ യൂട്ടിലിറ്റി അഡിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റീനെ യു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിഗ്മ യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ യു ആണ്. അപ്പോൾ അതിൻ്റെ മൊത്തം അഡിറ്റീവ് ആയതുകൊണ്ട് എന്താ, നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ സിഗ്മയല്ലേ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് യു ഈസ് ഈക്വൽ ടു സിഗ്മ യു ഐ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് എ പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ബി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് സി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ഡി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ഇ. അതായത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ്, ഇതിൽ നിന്നെല്ലാം ഡിറൈവ് ചെയ്ത് കിട്ടുന്ന യൂട്ടിലിറ്റി എല്ലാം കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കാണുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ യു എ ആണ്. അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി ഓഫ് എ പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ബി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് സി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ഡി പ്ലസ് യൂട്ടിലിറ്റി ഓഫ് ഇ ആണ്. സം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റോൺ ടൈപ്പ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആസ് ബിലോ. നമുക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് അഡിറ്റീവ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവാണ്. ദ ആക്ടിവിറ്റി ഇംപ്ലൈസ് ദാറ്റ് there is independence of the utility of different group of commodity. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഡിറ്റിവിറ്റി ഇതെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻറ്റ് യൂട്ടിലിറ്റിയാണ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ. അതുപോലെ തന്നെ അവിടെ ഈ ഒരു കോംപ്ലിമെൻ്ററി സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ ചെറിയൊരു പോസിബിലിറ്റി മാത്രമേ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റാരിറ്റിക്കും ഒരു ചെറിയൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് കമ്മോഡിറ്റീസ് ബ്രോട്ട് ബൈ ദ കൺസ്യൂമർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു സച്ച് എ ബ്രോഡ് കാറ്റഗറീസ് ദാറ്റ് ദേ റിമെയിൻ കമ്പാറ്റബിൾ with the additivity postulate of the utility function. Each group must include all substitutes and complements. Although the substitution between groups of commodities ruled out, yet the substitution can take place within each group. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവ് ആണെന്ന് നമ്മൾ ഫസ്റ്റത്തേൽ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ പറയുന്ന ഓരോ ഗ്രൂപ്പിലും, അതായത് ഇപ്പോൾ എ ഗ്രൂപ്പിലായാലും ബി ഗ്രൂപ്പിലായാലും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ദ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ, അതായത് എ ഗ്രൂപ്പിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. എയും ബിയും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി മൂന്നാമത്തെ വെച്ചാൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈ സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. ഇപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് സബ്സിസ്റ്റൻസി ഇൻകം,
രണ്ടാമത് സൂപ്പർ ന്യൂമററി ഇൻകം. സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത് ന്യൂമററി ഇൻകം തന്നെയാണ്. സബ്സ്റ്റൻസ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ABCD എന്നിട്ട് 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടില്ലേ, അതിൽ നിന്ന് മിനിമം ക്വാണ്ടിറ്റി വാങ്ങിക്കാനുള്ള നമ്മുടെ ഇൻകത്തിനെയാണ് നമ്മൾ സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു മിനിമം എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന ആ ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് ആ ഒരു കവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൻസ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമററി ഇൻകം തന്നെയാണ്. സബ്സ്റ്റൻസ് ഇൻകം എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു മിനിമം ക്വാണ്ടിറ്റി വാങ്ങിക്കാനുള്ള ആ ഒരു എക്സ്പെൻഡിച്ചറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻകത്തിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം ആ മിനിമം എക്സ്പെൻഡിച്ചർ കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. അത് നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ബ്രോട്ട് ബൈ ദ കൺസ്യൂമർ. അപ്പോൾ ഈ ഒരു ABCD 5 ഗ്രൂപ്പിൽ നിന്നും ചിലൊരു മിനിമം ക്വാണ്ടിറ്റി കൺസ്യൂമർ വാങ്ങിക്കും. ആ ഒരു ക്വാണ്ടിറ്റീസിനെ നമ്മൾ സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റീസ് എന്നാണ് നമ്മൾ പറയുക. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മിനിമം ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകം യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ സബ്സ്റ്റൻസ് ഇൻകം എന്നാണ് പറയുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ സബ്സ്റ്റൻസ് ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. These quantities are minimum requirement for keeping the consumer alive and these are independent of the price and commodities. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കൺസ്യൂമറിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രൈസും ആ കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ നിന്ന് അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. പ്രൈസ് അതിൽ നിന്ന് എത്ര പൈസയാണെങ്കിലും നമുക്കത് ആവശ്യമാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നിന്ന് ആ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ദ മീറ്റിംഗ് ദ സബ്സ്റ്റൻസ് റിക്വയർമെൻറ്റ് ഈസ് സ്പെൻഡ് ഓർ കമ്മോഡിറ്റീസ് ഫ്രം ദ വേരിയസ് ഗ്രൂപ്പ്. അതിനുശേഷം നമ്മൾ സാധാരണ പറയുന്നത് മിനിമം ക്വാണ്ടിറ്റീസ് വാങ്ങിച്ചതിൻ്റെ സബ്സ്റ്റൻസ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഇൻകം എന്ന് പറയുന്നത് നമുക്ക് വേരിയസ് ഗ്രൂപ്പ്സിലായിട്ട്, അതായത് ഇപ്പം നമ്മൾ ഈ 5 ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞു, അതിനുശേഷം ബാക്കി വരുന്ന ഇൻകം ഉണ്ടല്ലോ അത് നമുക്ക് വേരിയസ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അപ്പം ആ ഒരു ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ വാങ്ങിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ആ പ്രൈസിനെ ക്വാണ്ടിറ്റീസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആ പ്രൈസായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് വെച്ചാൽ ആദ്യത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളതായിരുന്നു, അത് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പ്രൈസ് എത്രയായാലും നമ്മളത് വാങ്ങിച്ചേ തീരുള്ളൂ. അപ്പം മിനിമം ക്വാണ്ടിറ്റീസ് നമ്മൾ വാങ്ങിക്കും. എന്നാൽ അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന പൈസ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന്, ഈ 5 ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോഴെന്താ ആ ഒരു ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് പ്രൈസ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ബേസിക് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോണിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഡിറ്റീവാണ്. അപ്പോൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷനായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് U ആണ്. U ഈസ് ഈക്വൽ ടു അഡിറ്റിവിറ്റി ആണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ സിഗ്മ കൊടുത്തിട്ടുണ്ട്. സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n ബീറ്റ I ലോഗ് QI മൈനസ് QI ബാർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. QI ബാർ എന്ന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഗ്രൂപ്പ് I ആണ്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് I എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഡിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ A1 ABCD എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകണ്ട. അപ്പോൾ QI എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മിനിമം ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ QI ബാർ എന്ന് പറയുന്നത്. ബീറ്റ I എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഗ്രൂപ്പ് I കമ്മോഡിറ്റീസിൻ്റെ കേസിലുള്ള MPCനെയാണ് ബീറ്റ I എന്ന് പറയുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷനെ നമ്മൾ ലോഗ് വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്, നേരത്തെ പോലെ തന്നെ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ U ഈസ് ഈക്വൽ ടു സിഗ്മ ഒഴിവാക്കിയിട്ട് നമ്മൾ ലോഗ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ലോഗ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്, ബീറ്റ 1 അങ്ങനെ തന്നെ കിടക്കും. ലോഗ് QI മൈനസ് QI ബാർ പ്ലസ് ബീറ്റ 2 ലോഗ് Q2 മൈനസ് Q2 ബാർ പ്ലസ് എക്സെട്ര ബീറ്റ n QN മൈനസ് QN ബാർ. അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ ലോഗ് വെച്ച് നോക്കണം. സിഗ്മയല്ലേ നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ ഈ ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കറിയാം 1 to n വരെ പോവാം. അതുകൊണ്ടാണ് എക്സാമ്പിൾ ബീറ്റ 1ഉം ബീറ്റ 2ഉം കൊടുത്തിട്ടുണ്ട്, അതുവരെ ബീറ്റ n വരെ പോകാമെന്നുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. അഡിറ്റിവിറ്റി അല്ലേ. അപ്പോൾ ഈ ഒരു മോഡലിൽ ചില അസംഷൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കറിയാം ഫസ്റ്റ് അസംഷൻ എന്താ, യൂട്ടിലിറ്റി എന്ന് പറയുന്ന അഡിറ്റീവാണ്.
കൺസ്യൂമർ എന്ന് പറയുന്നത് റാഷണലാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു റാഷണൽ എന്താണ്, കൺസ്യൂമർ റാഷണൽ ആണെന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം കൺസ്യൂമർ എപ്പോഴും വിചാരിക്കുന്നത് അവരുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ എപ്പോഴും നിൽക്കുക. അപ്പോൾ അതിനെ നമ്മളെപ്പോഴും കൺസ്യൂമർ എന്ന് പറയുന്നത് റാഷണലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ബീറ്റ ഐൻ്റെ വാല്യൂ, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. അത് 0 ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1, അതായത് ലെസ് ദാൻ 1. ഈ ഒരു 1നും അതുപോലെ തന്നെ 0ക്കും 1നും ഇടയിലായിരിക്കും ബീറ്റ ഐ എന്ന് പറയുന്നത്. അത് 0നേക്കാളും വലുതാണ്, 1നേക്കാളും ചെറുതാണ്. ആ ഒരു ഇടയിലായിരിക്കും ഉണ്ടാവുക. ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് എനി ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് നോൺ നെഗറ്റീവ്. അതായത് ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, ആ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കില്ല. ഇനി നമ്മൾ ഈ യൂട്ടിലിറ്റി ഫംഗ്ഷനെ നമ്മൾ ഈ ഒരു ബജറ്റ് ലൈനായിട്ട് നമ്മൾ കൺസ്ട്രെയിനുമായിട്ട് നമ്മൾ മാക്സിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ മാക്സിമൈസ് ചെയ്യുമ്പോഴുള്ള എങ്ങനെയായിരിക്കും നമുക്കറിയാം. ബജറ്റ് ലൈൻ എങ്ങനെയാണ്? y = P1 + P1 Q1 + P2 Q2 + Pn Qn, ആ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ഇപ്പോൾ ബീറ്റ ഐനെ നമ്മൾ പുറത്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ ഐ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബേസിക് ഫംഗ്ഷൻ എന്താ? u = സിഗ്മ i = 1 to n ബീറ്റ ഐ ലോഗ് QI - QI ബാർ ആണ്. നമ്മൾ ബീറ്റ ഐനെ പുറത്തെടുത്ത് അവിടെ ലാംഡ കൊടുക്കുകയാണ്. ലാംഡ PI ഇൻറ്റു QI - QI ബാറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നത് നമുക്ക് എന്താ, 1 മുതൽ n വരെ പോവാം ഐ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബീറ്റ ഐനെ നോർമലൈസ് ചെയ്യാൻ പോവുകയാണ്. നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ i = 1 to n ബീറ്റ ഐ = ലാംഡ സിഗ്മ i = 1 to n PI QI - QI ബാറായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്തു നമ്മളിവിടെ വിചാരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഇൻകം സ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്കറിയാം സിഗ്മ i = 1 to n ബീറ്റ ഐ ഓർ β1 + β2 എക്സെട്രാ βn എന്ന് പറഞ്ഞ് =1 ആയിരിക്കും. എല്ലാ ഇൻകവും നമ്മൾ എന്താ ടോട്ടൽ ഇൻകം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് =1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 1നെ പുറത്തെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബീറ്റ ഐക്ക് പകരം എന്താ, നമ്മളിവിടെ 1 കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾക്ക് രണ്ടാമത് കിട്ടിയില്ല, നോർമലൈസ് ചെയ്യുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ബീറ്റ ഐക്ക് പകരം നമ്മൾ 1 കൊടുത്തു. അപ്പോൾ 1 = ലാംഡ സിഗ്മ i = 1 to n PI QI - QI ബാർന്ന് കൊടുത്തു. ഇനി നമുക്ക് അതിനെ ആ ഇക്വേഷൻ നമ്മൾ ഈ 1 പറഞ്ഞിട്ടുള്ള ഈ കൊടുത്തില്ലേ, ബീറ്റ ഐക്ക് വരെ 1 എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലേ. അപ്പോൾ നമ്മൾ അതിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ലാംഡേനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറുകയാണ്. അപ്പോൾ ലാംഡേനെ നമ്മളിവിടെ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ ഡിവിഷനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ലാംഡ = 1 / സിഗ്മ i = 1 to n PI QI - QI ബാറായിട്ട് വരും. അപ്പോൾ അതിന് നമ്മളെന്താ, ഈ PI ഇല്ലേ, സിഗ്മ i = 1 to n PI, ആ PIനെ നമ്മൾ ബ്രാക്കറ്റിലുള്ള QI കൊണ്ടും QI ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഈ സിഗ്മ i = 1 to n PI കൊണ്ട് നമ്മൾ ഈ QIനെ കൊണ്ടും അതുപോലെ തന്നെ -QI ബാറിനെ കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 / സിഗ്മ i = 1 to n PI QI - സിഗ്മ i = 1 to n PI QI ബാറായിട്ട് വരും. ഇനി y എന്ന് പറയുന്നത് എന്താ, y = നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് നമുക്കറിയാം. y എന്ന് പറയുന്ന പ്രൈസും ക്വാണ്ടിറ്റി അല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഇൻകത്തിൽ നമ്മൾ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി ആണല്ലോ ബഡ്ജറ്റ് കൺസ്ട്രെയിന് നമ്മൾ സൂചിപ്പിക്കുന്നത്. PA എന്ന് പറയുന്നത് പ്രൈസും മറ്റൊന്ന് ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും y = PI P1 Q1 + P2 Q2 എക്സെട്രാ Pn Qn ആയതുകൊണ്ട് തന്നെ ഈ സിഗ്മ i = 1 to n PI QI എന്ന് പറയുന്നത് എന്തായിരിക്കും, = y ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു y എന്ന് പറയുന്നത് P1 Q1 + P2 Q2 Pn Qn എന്ന് പറഞ്ഞു. ഈ സിഗ്മ i = 1 to n
PIQI എന്ന് പറയുന്നത് വൈക്ക് ഈക്വലാണ്. അപ്പോൾ വൈക്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക്, അതായത് ലാംഡ ഈസ് ഈക്വൽ ടു ഈ ഒരു 1 ഡിവൈഡഡ് ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഈ ഒരു സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI എന്ന് വൈക്ക് തുല്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഈ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQIക്ക് വരെ നമുക്ക് y എഴുതാം. അപ്പോൾ y മൈനസ് സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ ആയിട്ട് വരും. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഈ ഫൈനൽ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ ഏത് നമ്മുടെ എന്താ, ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ PI ഇൻറ്റു QI മൈനസ് QI ബാർ ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീറ്റ i ഈസ് ഈക്വൽ ടു എന്ത് പറ്റും, അവിടെ 1 ഡിവൈഡഡ് ബൈ ഈ ലാംഡയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ലാംഡയ്ക്ക് പകരം ലാംഡ എന്താ ഇവിടെ 1 ഡിവൈഡ് ബൈ y മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI ആണ്. അപ്പോൾ ലാംഡ PI അവിടെ നമ്മൾ എന്ത് ചെയ്യും, ലാംഡയ്ക്ക് പകരം 1 ഡിവൈഡ് ബൈ y മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI. ബാക്കി അതുപോലെ തന്നെ PI ഇൻറ്റു QI മൈനസ് QI ബാർ. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് വേണമെങ്കിൽ നമുക്ക് ആ 1 എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. അതായത് ഈ 1 ഒഴിവാക്കല്ല, 1 നമുക്ക് PI മൈനസ് QI ഇൻറ്റു QI ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബീറ്റ i ഈസ് ഈക്വൽ ടു PI QI മൈനസ് QI ബാർ ഡിവൈഡഡ് ബൈ y മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ എന്ന് പറഞ്ഞു വരും. ഇനി നമുക്ക് ഈ ഒരു മേലത്തെ PI ഇൻറ്റു QI മൈനസ് QI ബാർ ഇല്ലേ, അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ എന്താ വരുന്നത്, ബീറ്റ i ഇൻറ്റു y മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI ബാറായിട്ട് വരും. അപ്പം നമുക്ക് ഇവിടെയുള്ള ഈ ഒരു PIQIനെ നമ്മൾ പുറത്തെടുക്കല്ല, നമ്മൾ ആ PIQI മൈനസ് QI ബാറിന് നമ്മൾ ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PIQI മൈനസ് PIQI ബാർ എന്ന് പറയും ഈസ് ഈക്വൽ ടു ബീറ്റ 1. ആ ഇക്വേഷൻ അതുപോലെ തന്നെ ആ ഈക്വൽ ടുവിൻ്റെ അവിടെയുള്ള ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. മറ്റേത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യല്ല, നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കവിടെ ബാക്കി എന്താ ഉള്ളത്, ബാക്കി നമ്മൾ ഈ ഒരു PIQI ബാറിന് നമ്മൾ ആ മറ്റേ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ മൈനസ് QI ബാർ എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, PIQI ഈസ് ഈക്വൽ ടു ബീറ്റ i y മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI പ്ലസ് PIQI ബാർ. ഇനി അവിടെ എന്താ, ഈ നമ്മളവിടെ QIനെ പുറത്ത് നിർത്തിയിട്ട് ഈ ഒരു Pനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഡിവിഷനായി. അപ്പോൾ ബീറ്റ i ഡിവൈഡ് ബൈ PI, പിന്നെ ആ ഇക്വേഷൻ സെയിം തന്നെ, y മൈനസ് സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ പ്ലസ് അവിടെ QI, കാരണം ഈ ഒരു പീനിയും പീനിയും കൂടെയാണ് നമ്മൾ കൊണ്ടുവന്നത്, കോമൺ അല്ലേ രണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെയും PI ഈക്വൽ ടുവിൻ്റെ അവിടെ ഒരു PI ഉണ്ട്, നമ്മുടെ ആ പ്ലസ് ഇട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന Q ബാറിൻ്റെ കൂടെ ഒരു PI ഉണ്ട്. പക്ഷേ അത് നമ്മൾ എന്താ സെയിം ആണ്, പക്ഷേ ഈ QIനും QI ബാറിനല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കോമൺ ആയിട്ട് ഈ ഒരു PI മാത്രം എടുത്തു. പിന്നെ QI ഈസ് ഈക്വൽ ടു ഈ QI ബാറിനെ കൊണ്ടുവന്നു, QI ബാർ പ്ലസ് ബീറ്റ i ഡിവൈഡഡ് ബൈ PI, ആ ഒരു ഇക്വേഷൻ y മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ. ഇനി നമുക്ക് ഈ സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഇല്ലേ, അതിനെയാണ് നമ്മൾ സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഇൻകം അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ സബ്സ്റ്റൻസ് ഇൻകം ഒഴിച്ചിട്ടുള്ള ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സബ്സ്റ്റൻസ് ഇൻകം ഒഴിവാക്കിയുള്ള ബാക്കിയുള്ളത് നമ്മളെന്താ സൂപ്പർ ന്യൂമററി ഇൻകം എന്നല്ലേ പറയുന്നത്. അപ്പോൾ y മൈനസ് സിഗ്മ i ഈസ് ഈക്വൽ ടു 1 to n PIQI ബാർ എന്തായിരിക്കും, സൂപ്പർ ന്യൂമററി ഇൻകം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സബ്സ്റ്റൻസ്, ഈ ഒരു ഇക്വേഷനൊന്നും ഓർമ്മയില്ലെങ്കിലൊന്നും ആ ഡിറൈവ് ചെയ്ത് വരുന്നൊന്നും ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സൂപ്പർ ന്യൂമററി ഇൻകം അതുപോലെ തന്നെ സബ്സ്റ്റൻസ് ഇൻകം എന്താണെന്ന് ഓർമ്മ വേണം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഇതിൽ എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കിത് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n ആണെങ്കിൽ PIQI ബാർ ആണെങ്കിൽ
നമ്മുടെ സൂപ്പർ ന്യൂമററി ഇൻകം എന്തായിരിക്കും? ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സബ്സ്റ്റൻസ് ഇൻകം ഒഴിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ സൂപ്പർ ന്യൂമററി ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും എന്താ y മൈനസ് ആ ഒരു സിഗ്മ = 1 to n PI QI ബാർ മൈനസ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസും കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും, അതായത് ബേസിക് ഫംഗ്ഷൻ ഓർമ്മ വേണം. നമ്മുടെ യൂട്ടിലിറ്റി = സിഗ്മ = 1 to n ബീറ്റ ലോഗ് QI മൈനസ് QI ബാർ ഓർമ്മ വരണം. അതുപോലെ തന്നെ സബ്സ്റ്റൻസ് ഇൻകം സൂപ്പർ ന്യൂമററി ഇൻകം എന്താണെന്ന് എന്തായാലും ഓർമ്മ വേണം. ആ ലാസ്റ്റ് കിട്ടുന്നതില്ലേ, ഫസ്റ്റത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതും ലാസ്റ്റ് കിട്ടുന്ന രണ്ടെണ്ണം, ഈ ഒരു ഇക്വേഷനും കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം അതൊന്നും അങ്ങനെ ചോദിക്കില്ല, ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ ആരും ചോദിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു MCQ എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നമുക്ക് എസ്സേ ടൈപ്പൊന്നും എഴുതി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ ഒന്നും ഓർമ്മയില്ലെങ്കിലും സൂപ്പർ ന്യൂമററി ഇൻകം സബ്സ്റ്റൻസ് ഇൻകം എന്താ നമ്മൾ നേരത്തെ അസംഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു അസംഷൻ ഓർത്ത് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് ഇൻകം തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സൂപ്പർ ന്യൂമററി ഇൻകം എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം. The linear expenditure system indicates that the quantity demanded of a particular commodities is a function of total expenditure. അപ്പോൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റീൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഫംഗ്ഷനാണ്. സൂപ്പർ ന്യൂമററി ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ് ഇൻ ദ കൺസംഷൻ ബാസ്ക്കറ്റ് ഓഫ് ദ കൺസ്യൂമർ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മാത്രമല്ല, സൂപ്പർ ന്യൂമററി ഇൻകം അതുപോലെ തന്നെ എല്ലാ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൻ്റെയും ഫംഗ്ഷനാണ് എന്ത്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെയും സൂപ്പർ ന്യൂമററി ഇൻകത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ കമ്മോഡിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസിൻ്റെയും ഫംഗ്ഷനാണ്. ദിസ് അപ്രോച്ചസ് ആൻഡ് applied approach to the formulation of the demand function is very helpful in demand forecasting for various durable and non-durable goods. ഇവിടെ വെച്ചിട്ട് ഡ്യൂറബിൾ ഗുഡ്സിൻ്റെയും നോൺ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെയും ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് വളരെയധികം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്, ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. It is of course true that the linear expenditure system rests upon a set of simple assumption. However, these assumptions are subject to criticism as they are away from reality. സിമ്പിൾ അസംഷൻസ് തന്നെയാണ്, പക്ഷേ ഈ അസംഷൻസ് എന്ന് പറയുന്നത് ക്രിറ്റിസിസത്തിനും കാരണമായിട്ടുണ്ട്. കാരണം അത് റിയാലിറ്റി ആയിട്ട് മാച്ചൊന്നും ഇല്ലാന്ന് കണ്ടിട്ട് ക്രിറ്റിസിസത്തിനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് എങ്ങനെയാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, എങ്ങനെയാണ് ഇത് IC കർവുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, അതിൻ്റെ കർവിൻ്റെ ഷേപ്പ് എന്താണ്, അത് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ നമ്മുടെ IC കർവിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കർവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റൂൾഡ് ഔട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ആ ഒരു കമ്മോഡിറ്റീൻ്റെ കോംപ്ലിമെൻറ്റ്സും സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെന്താ, അവിടെ കൺസ്യൂമർ റാഷണലാണ്. അതുപോലെ തന്നെ 5 ടൈപ്പ് ഓഫ് ഗുഡ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ യൂട്ടിലിറ്റി അഡിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബേസിക് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് സൂപ്പർ ന്യൂമററി ഇൻകം സബ്സ്റ്റൻസ് ഇൻകം എന്താണെന്ന് മനസ്സിലാവണം. സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് പ്രൈസസ് ആണ്. അതുപോലെ സൂപ്പർ ന്യൂമററി ഇൻകം വരുമ്പോൾ അതെന്ന് പറയുന്നത് പ്രൈസസ് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ അതിൽ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആയിരിക്കും. അതുപോലെ തന്നെ QI ബാർ എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റീനെ ആണ് നമ്മൾ QI ബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്. പിന്നെ ഈ MPC എപ്പോഴും 0ക്കും 1നും ഇടയിൽ, അതായത് 0നേക്കാളും വലുതും 1നേക്കാളും ചെറുതെന്നുള്ളൊരു ഇതിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ QI ബാർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ചില പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റിനേക്കാളും നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് QI മൈനസ് QI ബാർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫങ്ഷൻസിന് ഡിറൈവ് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബജറ്റ് കൺസ്ട്രെയിൻ ആയിട്ട് വരുമ്പോൾ ബീറ്റ ലാംഡ PI QI മൈനസ് QI ബാർ ആണ്. ലാസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സബ്സ്റ്റൻസ് ഇൻകം എന്ന് പറയുന്നത് സിഗ്മ I = 1 to n
PIQI ബാർ എന്ന് പറഞ്ഞ് കിട്ടും. അതിനാണ് സബ്സ്റ്റൻസ് ഇൻകം. ആ സബ്സ്റ്റൻസ് ഇൻകത്തിൽ നിന്ന് ഇൻകം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഗ്രഗേറ്റ് ഇൻകം അല്ലേ, ആ ഇൻകത്തിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ന്യൂമററി ഇൻകവും കിട്ടും. ഇതാണ് നമ്മൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആർ സ്റ്റോൺ ആട്ടോ കൊണ്ടുവന്നത്, റിച്ചാർഡ് സ്റ്റോൺ ആണ്. അതിൽ എക്കണോമിക് ജേർണൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ആപ്ലിക്കേഷൻ ടു ദ ബ്രിട്ടീഷ് പാറ്റേൺ ഓഫ് ഡിമാൻഡ്, അതാണ് ആ എക്കണോമിക് ജേർണലിൽ ആർ സ്റ്റോൺ ആർട്ടിക്കിൾ ആയിരിക്കണം. ആ ആർട്ടിക്കിളിൻ്റെ പേരെന്ന് പറയുന്നത് ഇതിൻ്റെ പേര് വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അത് ചോദിക്കൊന്നുമില്ല. ആ ഇയർ ഒന്ന് നോക്കിയാൽ മതി. 1954 അതാരാണ് കൊണ്ടുവന്നത്. താങ്ക് യു.